ജോലി അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ആ കോളേജ് സമയത്ത് തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും കയറണം. അങ്ങനെയാണ് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ കണ്ട് വെറുതെ പോയി നോക്കിയതാണ്. അന്നൊക്കെ ഒറ്റയ്ക്ക് പോവാം, ഒറ്റയ്ക്ക് ജോലിക്ക് പോവാം, അതൊക്കെ എന്തോ ജീവിതത്തിൽ അതിനൊക്കെയുള്ള ഒരു ധൈര്യം. ഇപ്പോ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള ഈ ഒരു ഇഷ്ടം കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫോറിനേഴ്സ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കാൻ വന്നത്, എന്താ പഠിക്കാൻ വന്നതെന്നുള്ള ആരും ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതിലൊന്നും പേടി തോന്നിട്ടില്ല? ഒരിക്കലുമില്ല. പിന്നെ വിമർശനങ്ങളുള്ളവർക്ക് ഒന്നും അറിയില്ല, അവർക്കൊരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ ലോകം കണ്ടിട്ടില്ല, എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചിട്ടില്ല. ഏവിയേഷൻ സെക്ടറിൽ പഠിച്ച് അവസാനം സ്പിരിച്വൽ സയൻസിലെത്തി, ഇപ്പോൾ ഒരു ആശ്രമത്തിലേക്ക് കിടക്കുക. ഒരു സ്ത്രീയുടെ കരിയർ ഗ്രാഫിന്റെ വ്യത്യാസം എന്തായിട്ടാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറ്റം വന്ന ജീവിതത്തിൽ? തുടക്കം എങ്ങനെയായിരുന്നു? ഇവിടെ പഠിച്ചത് ഞാൻ പ്രസന്റേഷൻ കോൺവെന്റിലാണ് ചെറുതായത്. കോളേജ് സ്റ്റഡീസ് പറഞ്ഞത് എല്ലാം ഫാർ ഡിസ്റ്റൻ്റാണ്. കാരണം ഞാൻ +2 തൊട്ടിട്ട് തന്നെ ഏവിയേഷൻ മേഖലയിൽ ജോലിയിൽ തുടങ്ങിയത്. അപ്പോൾ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ കയറിയതാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നെ പഠനമൊക്കെ അതിൻ്റെ കൂടെയാണ് ഡിഗ്രി ചെയ്തതും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പിന്നെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഒമാൻ എയർ, അത് കഴിഞ്ഞ് ഖത്തർ എയർവേസ്, അങ്ങനെ എമിറേറ്റ്സ്, ഇത്തിഹാദ്. താങ്കൾ പഠിക്കുന്ന കാലത്ത് അത്രയൊന്നും പ്രോമിസിംഗ് ആയിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല ഇങ്ങനത്തെ ഫീൽഡിലേക്കൊന്നും? ഒന്നിനുമില്ല, എന്നും ഡിഫറെന്റ് ആയിരുന്നു. കാരണം ഒരു മാവൂര് പോലത്തെ ഒരു വില്ലേജിൽ നിന്ന് കോൺവെന്റ് സ്കൂളിൽ വന്ന് പഠിക്കുക. ഇന്നിപ്പോ ഹിജാബിന് അടികൂടുന്ന ഈ കാലഘട്ടം, അന്നത്തെ കാലം ആലോചിക്കണം. ആ കാലത്ത് മിനി സ്കേർട്ട് ഇട്ട് ചേവായൂർ പ്രസന്റേഷൻ കോൺവെന്റ് വരെ പഠിക്കാൻ വന്ന് അന്നത്തെ അവിടുത്തെ യൂണിഫോമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ നിന്നുകൊണ്ട് 10th വരെ പഠിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ ആ കോൺവെന്റ് എഡ്യൂക്കേഷൻ്റെ ഗുണമാണ് നമുക്ക് പെട്ടെന്നൊരു ജോലിയിൽ കയറാനും. ജോലി അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ആ കോളേജ് സമയത്ത് തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും കയറണം. അങ്ങനെയാണ് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ കണ്ട് വെറുതെ പോയി നോക്കിയതാണ്. ഡിഗ്രി ഹോൾഡേഴ്സിനെ വിളിച്ചതിന്. പക്ഷെ അന്നൊക്കെ ഒറ്റയ്ക്ക് പോവാം, ഒറ്റയ്ക്ക് ജോലിക്ക് പോവാം, അതൊക്കെ എന്തോ ജീവിതത്തിൽ അതിനൊക്കെയുള്ള ഒരു ധൈര്യം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഉപ്പ മരിച്ചു. എൻ്റെ താഴെ 3 പേരും ഉമ്മ, പിന്നെ ഉമ്മയല്ലേ ഉള്ളേ. ഉമ്മ 26 വയസ്സുള്ള ഉമ്മ, ഞങ്ങൾ 4 കുട്ടികളുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ലീഡർ അപ്പം തൊട്ടേ. അപ്പം ആ ലീഡർഷിപ്പ് അവിടെ വീട്ടിൽ തൊട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടങ്ങൾ വരുന്ന ജോലിയിൽ കയറുമ്പോൾ പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ എത്തണം. കാരണം ഒരു മുസ്ലിം ഗേൾ ഒരു എയർലൈനിൽ വരിക എന്ന് പറയുന്ന അന്ന് ഏറ്റവും പ്രശ്നം ഉണ്ടായ കാലം. അതിനും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അതൊരു വാശി ഉണ്ടായിരുന്നു, ഇതിലെങ്ങനെയെങ്കിലും ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തണം. അതാണ്. അപ്പോൾ കൺട്രി മാനേജർ ഇന്ത്യ വരെ ഞാൻ ഈ മേഖലയിൽ ഇരുന്നായിട്ടുണ്ട്. റാസൽ കൈമ എയർവേസിൻ്റെ കൺട്രി മാനേജർ ഇന്ത്യ ആയിരുന്നു. കിങ്ഫിഷർ എയർലൈൻസിൽ സൗത്ത് ഇന്ത്യ കമേഴ്ഷ്യൽ ഹെഡായി നിന്നപ്പോഴാണ് കമ്പനി പൂട്ടി വിജയമല്ലിൻ്റെ. അത് കഴിഞ്ഞാണ് പിന്നെ തോട്ടയത്. കാരണം 24 ഇയേഴ്സ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ എല്ലാത്തിലും. പിന്നെ ഏവിയേഷൻ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏവിയേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് MBA എടുത്തു. അത് ജോലി കയറിയ ശേഷമാണ്. ജോലി കയറിയ ശേഷം എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അത് ചെയ്ത്. അത് അവിടുന്ന് ഒരു ഡിസ്കൗണ്ട് നമുക്ക് അതിനുള്ള ടൈമും ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയപ്പോൾ അന്ന് ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ആ കോഴ്സിനുള്ളൂ. അന്നത്തെ എന്തെങ്കിലും സ്ട്രേഞ്ച് അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ വളരെ അപൂർവമായിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ പോകുന്നത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള അങ്ങനെ എന്തെങ്കിലും? ശരിക്കും ഞാൻ എപ്പോൾ എവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ആ ജോലിയിൽ നിന്നല്ല, ഞാൻ അതിൻ്റെ ചുറ്റിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ ലോകത്തിന്, അല്ലെ മറ്റു പലർക്കും ഉപയോഗപ്പെടുന്നു. ഞാൻ എപ്പോൾ എവിടെ ചെല്ലുമ്പോൾ ഞാൻ പഠിക്കുന്നത്, ജോലിക്ക് കയറുമ്പോൾ ഞാൻ അതായി പഠിക്കുക. പിന്നെ ഞാൻ വർക്ക് ഹോളിക്, അവേഴ്സ് ആൻഡ് ടൈമൊന്നും എനിക്കില്ല. ഞാൻ ഓപ്പറേഷൻ സൈഡിൽ അറിയാമല്ലോ, രാവിലെ എയർപോർട്ടിൽ പോയാൽ ചിലപ്പോൾ ആ ഫ്ലൈറ്റ് ഡിലേ ആയാൽ പിറ്റേന്ന് രാവിലെയൊക്കെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. പിന്നെ കല്യാണം കുട്ടിയൊക്കെ വരുമ്പോൾ എല്ലാവരും വിട്ടിട്ട് പോകും ജോലി. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അതിനും ഞാനൊരു റിമോട്ട്, അടുക്കളൻ്റെ റിമോട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് ജോലിയും ചെയ്ത് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ
പരാജയപ്പെടുത്താൻ ആര് നോക്കിയാലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയും ജോലിയും ഭംഗിയായി എല്ലാം ചെയ്തിട്ടുണ്ട്. ആരെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടേ ഇല്ല ലൈഫിൽ. പിന്നെ എങ്ങനെയാ ഇവിടെ നിന്ന് വിട്ട് വേറൊരു കരിയറിലേക്ക് വരുന്നത്? എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക്. അപ്പോൾ അത് ഇതിൽ കണക്റ്റഡ്. ഇപ്പോൾ ചോദിച്ച ഏവിയേഷൻ പിന്നെ അനുഭവം എന്ന് പറയുമ്പോൾ ഏവിയേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് പറയുമ്പോൾ ആരുമില്ല. അപ്പോൾ അവരെന്നെ എന്നോട് ചോദിക്കുമായിരുന്നു, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ചോദിച്ചിട്ടുണ്ട്, എന്തിനപ്പോൾ എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇതെടുക്കണം. സാധാരണ വലിയ ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ജയിൽ സൂപ്രണ്ടുമാർ, പൈലറ്റ്സ് ഒക്കെയാണ്. ക്യാബിൻ ക്രൂ വളരെ കുറച്ച് ക്യാബിൻ ക്രൂസും ഉണ്ട്. അല്ലാതെ ഗ്രൗണ്ട് സ്റ്റാഫൊന്നും ആരും കമേഴ്ഷ്യൽ സൈഡിൽ നിന്ന് ആരും പോവില്ല ഈ മാനേജ്മെന്റ്. പക്ഷേ ഞാൻ പറഞ്ഞ എനിക്കൊരു കൗതുകം, എനിക്കൊരു ഫോറിൻ ഡിഗ്രി എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് അത് ശരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഒരു കോളേജിലൊന്നും പോയി വിലസിയിട്ടൊന്നുമില്ല. ഒക്കെ ഞാൻ എയർലൈനിലാണ് ഫുള്ള് നല്ല എൻജോയ് ചെയ്തത് ശരിക്കും. അപ്പോൾ അത് ഞാൻ ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്യണമുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എത്രയും വർക്ക് ചെയ്യുമ്പോൾ ഈ സംഗതികൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എല്ലാം ടോപ്പ് ആൾക്കാരാണ്. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സാധാരണക്കാരിയല്ലേ. കാരണം എന്താ പറയുക, ടെററിസം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ടെററിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ഈ സെക്യൂരിറ്റി ചീഫ് അങ്ങനത്തെ ആൾക്കാർക്ക് അതിനെ പറ്റിയെല്ലാം ഒരു ജ്ഞാനം വേണം. അപ്പോൾ ആ സമയത്ത് കിട്ടിയ എൻ്റെ കൊളീഗ്സ് എനിക്ക് ലൈഫിൽ ഞാൻ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തു. വേൾഡ് വൈഡ് പ്രിസണേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഞാൻ ഈ എയർലൈൻ വിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അതിന് പ്ലാൻ ചെയ്തു. കാരണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ കാര്യം എയർപോർട്ടിൽ നമ്മൾ കാണുന്ന കുറേ ദുരിതങ്ങളുണ്ട്. അറൈവൽ സൈഡിൽ പ്രശ്നങ്ങളെ നമ്മൾ കാണും. അപ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ ഞാൻ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പലതും ചെയ്യാം. അപ്പോൾ പ്രിസണേഴ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോണ ഒരു 10% ആൾക്കാർ ജയിലിൻ്റെ അകത്താണ്, ആരും അറിയാതെ പൈസ അയക്കുന്നുണ്ട് നാട്ടിലേക്ക്. ഈ ഡ്രഗ് കേസിലൊക്കെ വന്ന് കൊലപാതക കുറ്റം, ഫിനാൻസ് ഒക്കെ അവർക്ക് അവിടെ ജോലി ചെയ്ത് അവർ പൈസ അയക്കുന്ന നാട്ടുകാർ അറിയുന്ന പോലും ഇല്ല അവൻ ജയിലിലാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എയർലൈനിൽ, ഇൻ്റർനാഷണൽ എയർലൈനിലല്ലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡീപ്പോർട്ടേഷൻ വരുമ്പോൾ ഇവരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് ജയിലിൽ നിന്ന് നേരിട്ട് കയറ്റി. അപ്പം ഇവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കാരണം തെറ്റ് ചെയ്യാതെ തന്നെ അകത്തായി പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമ്മളെ ഈ കൊളീഗ്സ് അന്നുണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് അവരിപ്പോൾ ഓരോ ടോപ്പ് ആൾക്കാരാണ്. ജയിലിൻ്റെ സൂപ്രണ്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻസ് ആ രാജ്യത്തിൻ്റെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി എല്ലാ രാജ്യത്തിനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻസ് കിട്ടി. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആ ഏവിയേഷൻ എന്ന് ശരിക്കും പറയാം അതാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലെ ഒരു വലിയ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് പാലിയേറ്റീവില് പോകാനുള്ള ആ ജോലി വിട്ട് നമ്മളെന്താ പറയില്ലേ, എല്ലാം നഷ്ടപ്പെട്ട് ജോലി കമ്പനി പോയിട്ടാണ് ജോലി വിടുന്നത്. പിന്നെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പാലിയേറ്റീവ് ക്ലിനിക്കിൽ ജോലി അവരെ വോളണ്ടറി ആയിട്ട് പോകണം എന്നുള്ളത് തോന്നി. ഇങ്ങനെ ഡെസ്പായി വീട്ടിലിരിക്കുന്നതിന് വരെ എന്തെങ്കിലും ചെയ്യാം. പോകാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഫണ്ട് റേസിങ്ങിലാണ്. വേറെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ കാണുമ്പോൾ ടെൻഷൻ വരും. വേഗം ഞാൻ എമ്പതിയാണ് വരിക എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ട് റൈസിങ്ങിൽ ഇരിക്കുമ്പോൾ ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതുപോലെയുള്ള വർക്കൗട്ട് ചെയ്യണം തോന്നിയത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാഷ്ട്രീയക്കാർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. അവിടെ എല്ലാത്തിനും ക്രെഡിറ്റ് അവരെടുത്തു പോകും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണതിന് അവർക്ക് അസൂയ വന്ന് പാരവയ്ക്കും. അപ്പോഴാണ് എന്തുകൊണ്ട് നമ്മൾക്ക് രാഷ്ട്രീയത്തിലൊരു ചാൻസ് നമ്മളെടുത്താലും നമുക്കൊരു വോയിസ് ഉണ്ടാവില്ലോ തോന്നി. അങ്ങനെയാണ് 2019 ഇലക്ഷൻ NRIന്റെ സപ്പോർട്ട്. കാരണം NRI സപ്പോർട്ട് പറയുമ്പോൾ ഇതുപോലെ ഇടപെട്ട കുറേ കേസുകളിൽ പല സ്ഥലത്തുള്ളവരും അറിയാം. അപ്പൊ അവരെയൊക്കെ പൈസ കൊണ്ടാണ് ഞാൻ അന്ന് ഇലക്ഷൻ ഇവിടെ മത്സരിച്ചത്. പക്ഷെ ഒക്കെ അങ്ങനെ സമയം ഒരു ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും പ്ലാൻഡ് അല്ല. ഈ PhD എങ്ങനെ സ്പിരിച്വൽ സയൻസിൽ അത് കഴിഞ്ഞപ്പോഴാണ് ഇനിയും പഠിക്കണം തോന്നിയപ്പോൾ ഞാൻ പിന്നെ സാൻസ്ക്രിറ്റും ഒക്കെ ഇങ്ങനെ പഠിക്കാനും കുറേ കാര്യങ്ങൾ ഗീത വായിക്കായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഭഗവത്ഗീത ഭയങ്കര ക്രേസാണ്. കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്ന കഥകൾ, വീട്ടിലേക്ക് പറഞ്ഞു തരുന്ന മുത്തശ്ശി കഥകൾ ഞങ്ങൾക്ക് രാമായണനും സീതയും കൃഷ്ണനൊക്കെയാണ്. അപ്പോൾ കാരണം അവരൊക്കെ സ്കൂളിൽ പഠിച്ചവരായതുകൊണ്ട് അവർക്ക് ആ കഥ, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന് വരെ കഥ, അവരൊക്കെ അന്നത്തെ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയത്. അന്നൊക്കെ അവർ കോപ്പി എഴുതാ രാമൻ സീതയെ പിന്നെ സ്വയംവരം ഒക്കെ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ അതിനോടൊരു തോന്നി. ചെറുപ്പത്തിലേ ഇങ്ങനെ ഇതിനോട് പഠിക്കുമ്പോൾ എന്തോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലല്ല സ്പിരിച്വാലിറ്റി പറയുമ്പോൾ.
പല സംഗതികളും നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. എന്തിനും നമുക്ക് ആർക്കും സഹായിക്കാൻ പറ്റാത്ത, ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, മനുഷ്യരോട് നമുക്കത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ അവർ പിന്നെ നമ്മളോട് മിണ്ടാൻ വരാൻ അവർക്ക് സന്തോഷം കേൾക്കാനല്ലേ ആൾക്കാരുണ്ടാവുള്ളൂ. നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ആരും അത് 2 പ്രാവശ്യമൊക്കെ കേൾക്കും, 3-ാം തവണ നമ്മളെ ഫോൺ എടുക്കുക, നമ്മളെ കാണുകയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സ്പിരിച്വാലിറ്റിയിലൂടെ ദൈവത്തിനെ കണ്ടെത്തുക എന്നുള്ളൊരിതാണ്. അപ്പം അതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളും പോകുന്നുണ്ടെങ്കിലും എനിക്ക് കണ്ണടച്ച് 1 മണിക്കൂർ ഇരുന്നാൽ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിന് കിട്ടും എന്നുള്ളത് ഞാൻ പഠിച്ചു. ഞാൻ തന്നെ ഇരുന്ന് ഞാൻ ശീലിച്ച്. അപ്പം നമ്മൾ ആ യാത്ര വരുമ്പോൾ നമ്മൾ പലരെയും കണ്ടുമുട്ടും, പലതും നമ്മളിന്ന് ഒഴിഞ്ഞു പോകും. വേണ്ടാത്തതൊക്കെ നെഗറ്റീവ് സൈഡുകൾ വളരെ ഭംഗിയായി ആദ്യത്തെ ആ ഒരു എന്ന് പറയുന്ന നെഗറ്റീവ്സ് ഒഴിഞ്ഞു പോവുക. എന്നിട്ട് മാത്രമേ നമുക്ക് ക്ലിയർ ആവാനും നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് കണ്ണടച്ചിരുന്ന് ഈ പ്രപഞ്ചത്തിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം, പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ പഠിച്ചപ്പോഴാണ് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് അപ്പോൾ ആ സ്പിരിച്വൽ സയൻസ് ഒന്ന് പഠിക്കണം, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ള തോന്നുന്നത്. അങ്ങനെ ഡോക്ടർ പിന്നെ ആ ഒരു സ്പിരിച്വാലിറ്റി എന്നാണോ ഇപ്പൊ ഒരു പുതിയ സെന്റർ അതിലേക്ക് വരുന്നത്? എന്താണ് ആ ഡ്രീം പ്രൊജക്ട്? അല്ല, ആ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഒന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പല സ്ഥലങ്ങളും യാത്ര ചെയ്തപ്പോൾ ഈ ആശ്രമങ്ങൾ, പല ക്ഷേത്രങ്ങൾ, അതിനൊക്കെ സംബന്ധിച്ച് കുറേ സ്വാമിമാരൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ആശ്രമം ഉണ്ടാവും, അവിടെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളിവിടെ കാണാത്ത ഒരു സംഭവമുണ്ട് കാണുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികളെ, അപ്പോൾ ആ ഗുരുകുലത്തിൻ്റെ ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുകുലത്തിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസവും നമ്മളിപ്പോൾ നമ്മൾ ഈ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക്, ഞാനിപ്പോൾ നമ്മൾ കണ്ട ഫുള്ളും അതല്ലേ, വേറെ രാജ്യത്തെ വിദ്യാഭ്യാസം തിരഞ്ഞു പോകണു, അവിടെ ജോലി ചെയ്യണു, ഇതൊക്കെ ഉണ്ട്. അവിടെ ഉള്ളവർ ഇവിടെ പഠിക്കാൻ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫോറിനേഴ്സ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കാൻ വന്നത്. എന്താ പഠിക്കാൻ വന്നതെന്നുള്ള ആരും ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പഠിച്ചത്. ഇന്നും അതിൻ്റെ ശക്തിയാണ് ഭാരതത്തിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആണ് എനിക്ക് തോന്നി ഇതുപോലുള്ള ഒരു സംഗതി വന്ന അടുത്തൊരു തലമുറ ഈ ഡ്രഗും വെറുതെ ആവശ്യമില്ലാത്തതിലൊക്കെ പോകുന്ന കുട്ടികളെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലുള്ള കുട്ടികളെ അയക്കാനും, നമ്മളൊരു കുട്ടീനെ അയക്കണം, അല്ലെ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ ഒരു തോട്ട് ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ. ഇതൊന്നും ഒക്കെ കൃഷ്ണൻ പറഞ്ഞ പോലെ എഴുതി വെച്ചാൽ നത്തിങ് ന്യൂസ് ഹാപ്പനിങ്. അത് നമ്മളിപ്പോൾ ആ ഒരു സംഗതി നടക്കേണ്ടപ്പോൾ നടക്കുന്നുണ്ട്. അതിനൊരു എവല്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ആ പ്രൊജക്റ്റ്, എന്താണ് ആ പ്രോജക്റ്റ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗുരുകുലം മാത്രമായിരുന്നു ആദ്യം ആലോചിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്വാമിയായിട്ട്, പിന്നെ ഇതേപോലെ ചിന്തിക്കുന്ന ഒരു സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി സ്ഥലം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ ഒരു വേദവിജ്ഞാന സെൻ്ററാണ്. ഒരു മതങ്ങളുടെ കെട്ടുപാടില്ലാതെ മനുഷ്യന് സുഖമായിട്ട് ജീവിക്കുക, വർത്തമാനം പറയുക, അവിടെ ആ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾക്ക് എവിടെയില്ല. അതൊരു ബിസിനസ്സാക്കി മാറ്റാതെ അവിടെ വരാനും അവർക്ക് പഠിക്കാനുള്ളവർക്ക് പഠിക്കുക, ഒരു ഗോശാല, അവിടെ ഒരു ഗുരുദ്വാര സ്റ്റൈൽ, എല്ലാം കൂടി മിക്സപ്പ്. ഇപ്പോൾ ഗുരുദ്വാരയിൽ പോകുമ്പോൾ അവിടെ ശമ്പളം കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരില്ല, അവിടെ എല്ലാം സേവയാണ്. അപ്പോൾ അതേപോലെയുള്ള ഒരു സാധനം നമ്മളെ അമ്പലത്തിലില്ല. അപ്പോൾ ദൈവത്തിനെ വേഗം കാണണമെങ്കിൽ പൈസ അധികം കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും അമ്പലങ്ങൾ. ആ ഒരു സമ്പ്രദായം നമ്മൾ പാടില്ലാത്തതാണ്. അപ്പോൾ ദൈവത്തിനെ കാണാൻ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ലോകം പോകുന്നത്. അതില്ലാതെ നമ്മൾക്ക് സ്വയം നമ്മളാണ് ദൈവം എന്നുള്ളത് തിരിച്ചറിഞ്ഞവരുണ്ടാവും. അവർക്ക് മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാനും, അങ്ങനത്തെ ആചാര്യന്മാർക്കും ഗുരുക്കന്മാരും സൗത്ത് ഇന്ത്യയിൽ വന്ന് താമസിക്കാനും ഫ്രീ ആയിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു ലക്ഷറിയസ് പ്ലേസ് തന്നെ ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ അത് മറ്റുള്ളവരിൽ പറയുക. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നിലനിൽക്കാതെ ഇവിടുന്ന് പോകും അറിവുകൾ. കാരണം ആചാരങ്ങൾ പറയുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു കൊടുത്ത തലമുറകളായിട്ട് പോകുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്കിയായിട്ടുള്ളത്. ബുക്കുകൾ എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സനാതന ധർമ്മമൊക്കെ നിലനിന്ന്, കാരണം അതിങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഈ കാലഘട്ടം ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്താവും എന്നുള്ളത് ഇന്നത്തെ ലോകത്തിനെ പറ്റി കാണുമ്പോൾ പേടിയായി. കാരണം നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിക്കുമ്പോൾ അവർക്കൊക്കെ ഇൻട്രസ്റ്റ് പറയുന്നത് ഭാരതം. ഇത്രയും ഞാൻ കണ്ട രാജ്യങ്ങളിൽ
ഇത്രയും ഒരു ഭംഗിയിൽ ഈ ഒരു സംഗതികളൊക്കെ പറയുമ്പോൾ ഫെസ്റ്റിവൽ അല്ലേ ലൈഫ് ഇവിടെ ആക്ച്വലി. ഇപ്പം നോർത്ത് ഇന്ത്യ കാണുമ്പോൾ ഇത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ സെലിബ്രേഷനൊക്കെ അറിഞ്ഞും പറഞ്ഞും കൊടുക്കാൻ പറ്റുന്ന സൗത്ത് ഇന്ത്യയിൽ അതിനൊരു ഇടവും ഇല്ല, അതിനൊരു സ്പേസും ഇല്ല. അതൊക്കെ നമ്മൾ നാളെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അടുത്ത തലമുറ അത് ഏറ്റുപിടിക്കും. നമുക്ക് വേണ്ടിയല്ല, നമ്മളിപ്പോൾ അത് നമ്മളൊന്ന് കൈമാറി പോകേണ്ടത് നല്ല ആൾക്കാരെ അതിനുള്ള ഒരു സെറ്റ് വോളണ്ടിയേഴ്സിനെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഇവിടുന്ന് പോകാൻ പറ്റിയാൽ എന്നും നിലനിൽക്കും. എങ്ങനെയായിരിക്കും ഇവിടെ സ്കോളേഴ്സ് വന്ന് പഠിപ്പിക്കും? ഇപ്പോൾ വേദവിജ്ഞാനം എന്ന് പറയുമ്പോൾ പഠിപ്പിക്കാൻ ആളുണ്ടാവും. പല മഹർഷിമാരും അങ്ങനത്തെ ആൾക്കാർ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ കുംഭമേള, ഇത് രാമക്ഷേത്രത്തിൻ്റെ പോയി ഞാൻ 5 days അവിടെ ഉണ്ടായി. പല ആൾക്കാർ അഗാഡ പരിഷത്തിൻ്റെ സന്യാസി സഭ ഓരോ കൂടെ ആണ് ഞാൻ പോയത്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഒന്നുമല്ല, അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ കുട്ടികളിലേക്ക് പകർത്താനുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അതൊക്കെയാണ് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യവും എല്ലാം നമ്മളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമ്മളുടെ സോൾ, ആത്മാവ് എവിടെ വരുന്നെന്ന് ആർക്കും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പറയും ശാസ്ത്രം ജയിച്ചു, നിങ്ങൾ അന്ധവിശ്വാസം, മിത്ത് എന്നൊക്കെ പറയും. പക്ഷെ ശാസ്ത്രം ജയിച്ചിട്ടില്ല നമ്മളെ മുമ്പിൽ, ഭാരതത്തിന് മുമ്പിൽ ജയിച്ചിട്ടില്ല. ആത്മാവിനെ പഠിക്കാൻ ആകെ പറ്റിയുള്ളൂ സനാതന ധർമ്മത്തിൽ ഭഗവത്ഗീത വായിക്കണം മാത്രമേ. നമ്മളെ അടുത്ത തലമുറ ഇത് കേൾക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ളവർ അറിഞ്ഞ് നമ്മളെ മക്കൾ അതിലേക്ക് വരും, അവരെ ഫ്രണ്ട്സ് വരും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഈ ലോകം അവസാനിക്കുന്ന വരെ ഇവിടെ നല്ലതും വേണമല്ലോ. ആ ഒരു ശക്തമായിട്ട് അതന്നെ. അതിനൊക്കെ പല ബുദ്ധിമുട്ടുകളും വരും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ച് എന്താ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അതിപ്പോൾ പറയുമ്പോൾ ഞാനൊരു മുസ്ലിമായി ഞാൻ ഇപ്പം തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സനാതന ധർമ്മത്തിനെ പറ്റി പറയണേ ഞാൻ കപട വിശ്വാസിയാണ് പറയും, ഇതാണൊക്കെ പറയില്ലേ ഇപ്പോൾ പറയുന്ന പോലെ നമ്മളതിൽ വരുമ്പോൾ. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്നെ മരിച്ചാൽ എവിടെയെ കൊണ്ടുവെക്കുക? അപ്പോൾ അവരോട് എനിക്കൊരു ഉത്തരവേ ഉള്ളൂ, മരിച്ചാൽ എവിടെ കൊണ്ടുവെക്കാൻ ഇവിടെ ഗവൺമെൻറ്റിന് സ്ഥലമുണ്ട് അല്ലേ, ഗവൺമെൻറ് ആലോചിക്കണം, അല്ലെങ്കിൽ നമുക്കായിട്ട് നമ്മളൊരിടം ഉണ്ടാവണം. അപ്പോൾ അതിനൊക്കെ ഇതായല്ലോ, മതമില്ലാത്തവനും ഇവിടെ മരിക്കണ്ടേ ജനിച്ചാൽ. അപ്പോൾ നമ്മളെല്ലാത്തിനും ഒരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ നമ്മളേലായിട്ട് സോളിഡായിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്യണം. മറ്റുള്ളവർക്ക് എന്നെക്കാളും ഇത് ഉപകാരപ്പെടുക മറ്റുള്ളവർക്ക്. അപ്പോൾ ആ ഒരു ധൈര്യം നമ്മൾ കൊടുക്കണ്ടേ. മഹലിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ അവനെ ഖബറിലും കൂടി വെക്കൂല എന്നാണ് പറയുക. അപ്പോൾ ക്രിസ്ത്യൻ ഇതിലാണെങ്കിൽ തമ്പാടിക്കോയിൽ അതൊന്നും ഇല്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവൻ ഇവിടെ ജീവിച്ച് മരിക്കണമെങ്കിൽ എവിടെ പോകും? അപ്പോൾ അതാ ഞങ്ങളുണ്ട് നിങ്ങൾക്ക്. ആ ഒരു ധൈര്യം കൊടുക്കാം, മരിക്കാനും ധൈര്യം കൊടുക്കണം. കാരണം എല്ലാവരും ജീവിതത്തിൽ ഈ ലോകത്തിനോടുള്ള ഏറ്റവും ഭംഗിയായി ജീവിക്കാനും ആരും മരണത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഇത് ഇങ്ങനെയാണ് നമ്മളെ ഈ ആത്മാവ് ഉപേക്ഷിച്ച് പോകണം. അതുവരെ നമ്മളെ സന്തോഷമായി മറ്റു വല്ല സ്ട്രെസ്സുകളും എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പറഞ്ഞാലും നമുക്ക് നമ്മളെ വീട്ടിൽ കൂട്ടിയിട്ട് വരാനോ നമുക്കൊന്നും ചെയ്ത് കൊടുക്കാനോ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനവും അതിനൊരു ഇടവും ഒരു കൂട്ടായ്മ ഉണ്ടാവുമല്ലോ അവിടെ. ഇതേപോലെ ചിന്തിക്കണ ആയിരങ്ങൾ ഒന്നിച്ച് വരിക എന്നുള്ളതല്ലേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പഠനം മാത്രമല്ല, അതുപോലെ ഉള്ള നൃത്തം അല്ലെങ്കിൽ പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതെ, അത് വേണം. സെലിബ്രേഷൻ അതന്നെ, അതൊക്കെ നമ്മുടെ ഒരു അറിവല്ലേ. ഇപ്പോൾ സെലിബ്രേഷൻ, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ ഡാൻസാണ്. സൂഫിസത്തിൽ മുസ്ലിങ്ങൾക്ക് സൂഫിസത്തിൽ ഡാൻസിലൂടെയാണ് നമ്മൾ ആ ആത്മാവിനോട് സംസാരിക്കുന്നത്. അവരെ അംഗീകരിക്കില്ല. അതാണ് ശരി. കാരണം ദൈവം ഇങ്ങനെ നമ്മളെല്ലാം വേദനകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. അവിടെ ഈ ഫുൾ കംപ്ലൈൻറ്റ് കേട്ട് ഇതാക്കും. അപ്പോൾ ദൈവത്തിന് ഹാപ്പി ആക്കിയാൽ എൻ്റെ അടുത്ത് പോയി ഹാപ്പി ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളടുത്ത് എത്തുന്നത് അല്ലേ പോവുക. അപ്പോൾ അതുതന്നെയാണ് ദൈവത്തിനോട് ഹാപ്പി ആയിട്ട് ഇരുന്ന് ചിരിച്ച് ഡാൻസ് ചെയ്ത് പാട്ട് പാടി ഇൻവൈറ്റ് ചെയ്യണം നമ്മൾ. അതല്ല ഇപ്പം നമ്മൾ 10 ദിവസവും നവരാത്രിയിൽ ദേവീനെ നമ്മൾ ദാണ്ടിയ കളിക്കണോ, ഡാൻസ് ചെയ്യണോ, നല്ല ഡ്രസ്സ് ഇടണോ, എല്ലാവരും പുതിയത് മാത്രമേ ഇടുള്ളൂ അന്ന് A to Z. അപ്പോൾ അതൊക്കെ ഒരു സെലിബ്രേഷൻ അല്ലേ. അതൊക്കെ നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മളായിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഓരോ ദിവസങ്ങൾ വരുമ്പോൾ. സ്ട്രെസ് റിലീഫ് സെന്റർ കൂടെ ആയിരിക്കും തോന്നുന്നു. സ്ട്രെസ്സിന് എന്തായാലും അതുണ്ടാവും. ഇത് നമ്മളിൽ 10 ആളെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റിയാലും നമ്മളെ ജീവിതം ധന്യമായി. അതാലോചിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം വേണം, ഒരു വേദവിജ്ഞാന സെൻറ്റർ. അവിടെ ഇതൊക്കെ പഠിക്കണം. ശാസ്ത്രത്തിന് മേലെ നിൽക്കുന്നതാണ് നമ്മളെ ധർമ്മം. ധർമ്മത്തിനെ മാത്രമേ ഈ ലോകത്തിന് രക്ഷിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രം തോൽക്കുന്നിടത്ത് സനാതന ധർമ്മം
ഉയരത്തിൽ നിൽക്കും. ശാസ്ത്രം ഇല്ലാത്ത കാലത്തൂടെ എല്ലാം പങ്ക്ച്വലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, ഒരു വ്യത്യാസമില്ലാതെ സമയത്തിന് പോലും. ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള ഈ ഒരു ഇഷ്ടം കൊണ്ടാണോ എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് ഭയങ്കര ചിരിയോടെ അങ്ങനത്തെ ഫേസേ കണ്ടിട്ടുള്ളൂ? ജീവിതത്തിലെ അനുഭവം ഒബ്വിയസ്ലി അത് മാത്രമായിരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഇത്രയും വെറൈറ്റി ഓഫ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാൾ, ഒരുപാട് വിമർശനങ്ങൾ പല ഭാഗത്തും കേൾക്കുന്ന ഒരാൾ, എപ്പോഴെങ്കിലും എന്താ പറയുക, നമ്മൾ മാത്രം കാണേണ്ട കുറച്ച് കണ്ണുനീര് എൻ്റെ അടിയിലുണ്ടാവും. അങ്ങനെ അതിനെയൊക്കെ മറികടന്നത് അതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഉള്ളിലൊരു ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൽ തോന്നിയോണ്ടായിരിക്കും ഇതിലൊക്കെ എത്തിയത്. എത്രയൊക്കെയല്ലേ ഉള്ളൂ ലൈഫ്. ആരും ഇപ്പം എന്ത് പറഞ്ഞാലും ചെയ്താലും ഇത്ര സമയം കൊണ്ട് അതിൽ അവരും ഇല്ല ഞാനും ഇല്ല ഈ ലോകത്ത്. പിന്നെ എന്തിനെ പറ്റിയ ബേജാറാവണ്ടേ? പിന്നെ ഓഫീസൊക്കെ ആണെങ്കിൽ ഓഫീസ് കഴിഞ്ഞാൽ അവിടുത്തെ വർക്ക് അവിടെ വിടും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുകയില്ല. അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സംഗതികൾ വരുമ്പോഴേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലത്തെ കാര്യം മറന്ന് ഓഫീസ് ആ അപ്പപ്പുള്ള കാര്യം പ്രസൻറ്റ് ടെൻസിൽ എപ്പോഴും ജീവിക്കുക. അത് തന്നെ എല്ലാവരും കളിയാക്കും. അത്രയേ ഉള്ളൂ. നാളെ എന്തെന്ന് പോലും എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. കാരണം ആലോചിച്ചാൽ നമ്മൾ ടെൻഷൻ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ എനർജി കുറയും. പക്ഷെ ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ വരുമ്പോൾ എന്താ ഉണ്ടാവുക, നമുക്ക് 10 മടങ്ങ് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വിമർശനങ്ങളുള്ളവർക്ക് ഒന്നും അറിയില്ല, അവർക്കൊരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ ലോകം കണ്ടിട്ടില്ല, എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചിട്ടില്ല. ആകെ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്നവർക്ക് നല്ലത് കാണുമ്പോൾ സഹിക്കില്ല. അതൊക്കെ അങ്ങനത്തെ ജനങ്ങളെ സൃഷ്ടിച്ച് അവരെ നന്നാക്കാനും നമ്മളെ കൊണ്ടാവില്ല. അതിലൊന്നും പേടി തോന്നിയിട്ടില്ല? ഒരിക്കലും ഇല്ല. സ്ട്രെസ്സോ ഒന്നും തോന്നിയിട്ടില്ല. ആ പറയുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വരുമായിരുന്നു ആദ്യമൊക്കെ, അതും മാറി. കാരണം ആ ദേഷ്യമാണ്, ആ ദേഷ്യം വരുമ്പോൾ എനിക്ക് എൻ്റെ എനർജിയാണ് പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കി. അത് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മളെ തിരിച്ച് നമ്മൾക്ക് തന്നെ അഫക്റ്റ് ചെയ്യുന്നത്. അത് സ്പിരിച്വാലിറ്റിയിൽ തന്നെ ബാധിക്കും. നമ്മളെ ഒരു പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പോലും ആ കുക്കിങ് സെയിം സാധനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്ട്രെസ് എടുത്ത് അടുക്കളയിൽ പോയി നിന്നാൽ ആ സാധനത്തിന് ടേസ്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ട്രെസ്സും ദേഷ്യമൊക്കെ വിട്ടിട്ട് വേണം അടുക്കളയിൽ കയറുവാണെങ്കിലും പ്രാർത്ഥിക്കാൻ കയറുവാണെങ്കിലും നമ്മൾ ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തിട്ടിട്ട് കാര്യമില്ല, ചിരിക്കുന്ന ഒരു മുഖമില്ല. അപ്പം മനസ്സും ക്ലിയർ ആവും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇഷ്ടം ഉള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്, അതെനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നി. എങ്ങനെ അങ്ങനെ ആയിത്തീർന്നത്? കാരണം തുടക്കത്തിൽ എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. അതിന് കുറച്ചിങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെ ആയിരുന്നു ആദ്യം. കാരണം പലരെയും പേടിച്ച് ജീവിക്കണ ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒളിച്ചു പോയി വരുമ്പോൾ അതിനൊരു നല്ല റിലീഫ് ഉണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുക പറയും, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുക പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. നമ്മളാരും ബ്ലോക്ക് ചെയ്യാണ്ട് എന്ന സമയത്ത് ഇപ്പോൾ വേണം, അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഇപ്പോൾ പോവാം, എനിക്ക് തോന്നിയെങ്കിൽ ഞാൻ പോവും. അത് അവിടെ ഇരിക്കണ ചായ കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു യാത്ര. അപ്പോൾ അതാ പെട്ടി പാക്ക്, എപ്പോഴും ഒരു പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ടാവുക. എവിടെയാണോ ഇപ്പോൾ എത്തേണ്ടതെന്ന് ആ ഫീല് വരുമ്പോൾ ഞാൻ അപ്പം ഇറങ്ങും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമ്മളെ പലതിനും ഈസി ആക്കുന്നുണ്ട്. സ്ട്രെസ്സും ദേഷ്യവും വിട്ടണത്. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും പണ്ടൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ സങ്കടം ആദ്യമൊക്കെ വരുമായിരുന്നു, അത് പെട്ടെന്ന് മാറിയില്ലേ സങ്കടം വരുന്നത്. പിന്നെ ദേഷ്യം വരുന്നത് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചാണ് എൻ്റെ ദേഷ്യം മാറ്റി. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രോസസ്സാണ് അത്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ മെഡിറ്റേഷനൊക്കെ ചെയ്യും. മെഡിറ്റേഷൻ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വരെയൊക്കെ ഇരിക്കാൻ പറ്റും. പുലർച്ചെ എണീക്കും അപ്പോൾ ആ സമയത്ത്. അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ, എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മളുടെ ഇടയിൽ വന്ന് നമ്മൾക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇരുന്നാൽ മാറുന്നവർ. അത് എനിക്ക് അതിന് ഡോക്ടറും കൗൺസിലറും ഒന്നും വേണ്ട. ആരടുത്തും ഞാൻ പറയാറുമില്ല എൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. മോളെ കൂടാതെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായി എനിക്കൊരു ടെൻഷൻ ഉണ്ടായാലും അവൾ അറിയില്ല. അവൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ കൂടുതൽ ഇരിക്കണ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കണ കാണുമ്പോൾ അത് പോക്കിയിട്ട് വരും എന്നുള്ള പോലെ തോന്നുന്നു. അപ്പോൾ അത് ആ മെഡിറ്റേഷൻ തന്നെ കിട്ടാൻ പറ്റുള്ളൂ. അത് നമുക്ക് പരിചയപ്പെടുന്ന ആളുകളിൽ കുറെ പേര് നെഗറ്റീവ് ആയിരിക്കില്ലേ? അധികം നെഗറ്റീവ് ആയിരിക്കും. അത് അപ്പം തന്നെ ഒഴിഞ്ഞു പോയിക്കോളും. പിന്നെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അത് ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇതുപോലെ സ്പിരിച്വൽ ഇതായിക്കോട്ടെ, ആളുകളുടെ അപ്രോച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ നാട്ടിലും ഇങ്ങനെയാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് അസൂയയും പെണ്ണുങ്ങളോട് വളരണ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അല്ല, അവർക്കൊരു പേടിയാണ്.
പക്ഷെ നോർത്ത് ഇന്ത്യനെ സംബന്ധിച്ചിട്ട് ദേവിമാരാണല്ലോ അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്നുള്ളതാണല്ലോ. കൂടുതൽ ദേവീക്ഷേത്രങ്ങളിലാണല്ലോ എല്ലാം, ചെറിയ ചെറിയ ക്ഷേത്രമൊക്കെ ദേവി. അപ്പം അതുകൊണ്ട് അവർ പെണ്ണിനെ റെസ്പെക്റ്റ് എങ്കിലും ചെയ്യും. ഇപ്പോൾ പുറത്തിറങ്ങാത്ത പെണ്ണുങ്ങളും അവിടെയൊക്കെ ഉണ്ട്, ജോലിക്കൊന്നും പോകാത്ത ഹൗസ് വൈഫായിട്ടൊക്കെ. പക്ഷെ അവർ ഹാപ്പിയാണ്, കാരണം അവർക്ക് ഈ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരെ എൻജോയ് ചെയ്യാനും അവരെ ഷോപ്പിങ്ങും അവരെ ലോകത്തും അവർ ഭയങ്കരമായിട്ട് ഇതാക്കും. അപ്പം ഈ ഇത് ശത്രുത വരുന്നതും അത് ഒരിക്കലും നമുക്ക് ഇവരുടെ ഇടയിൽ നിന്നൊന്നും മാറ്റാൻ പറ്റില്ല. കേരളത്തിൽ നിന്നൊന്നും ഒരിക്കലും അതിന് ചേഞ്ച് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ മനോഭാവം നമ്മളെ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു അടുത്തയിലേക്കും പോവാം. പിന്നെ പെണ്ണുങ്ങൾക്ക് തന്നെ പെണ്ണുങ്ങളോട് അസൂയ. ഏറ്റവും വലിയ ശത്രു ഞാൻ പറയും പെണ്ണാണ്, പെണ്ണുങ്ങൾ. കാരണം ഒരാൾ ഉയരുക, കാരണം അവർക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് കിട്ടുക പറയുമ്പോൾ അവർ ആ കൂട്ടം കൂടും. സ്വന്തം ജീവിതത്തിൽ തന്നെയാണ് ഈ സെന്റർ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് അല്ലേ? അതെ അതെ. സ്വന്തം ജീവിതത്തിൽ നമുക്ക് നടക്കാതെ പോയ മറ്റു പലരിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. അത് ഒന്നും കാണാനോ കേൾക്കാനോ അറിയാനോ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വന്തം പഠിച്ചെടുത്ത. പക്ഷെ ഇതിലേക്കൊക്കെ വരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അത് നമ്മൾ തന്നെ കാണണം. പിന്നെ നമുക്കില്ലാതെ പോയ സ്വാതന്ത്ര്യം, നമ്മൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, മറ്റൊരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് മുമ്പിലെത്തിയാൽ ഞാൻ ആ കാര്യങ്ങളിൽ ഇടപെടില്ല. ഒരു സ്ത്രീനെ നമ്മളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നമ്മളെ ഡിഗ്നിറ്റീനെ നമ്മൾ വെച്ചാൽ നമ്മൾ ആരും പോകില്ല, നമ്മളോട് ആരും പറയില്ലൊന്നും. ഒരു വാക്കിൽ നമുക്ക് അവിടെ എടുത്ത് കളയാനേ ഉള്ളൂ. അത് നാളെ വന്ന് 10 ആളെ മുമ്പിൽ, മീഡിയേൻ്റെ മുമ്പിലോ അത് കേസിനോ ഒന്നും പോണ്ട. നമ്മൾ ഒരാളും ഒന്നും ചെയ്യില്ല. അപ്പോൾ എവിടെയാണ് നമ്മളെ സംസ്കാരം നിലനിർത്തണം. അതുമാണ് നമ്മളെ ഈ പറയുന്ന നോ പറയാൻ പഠിക്കും. നോ പറയാൻ പഠിക്കുകയും നമ്മളെ സംസ്കാരത്തിലൂടെ ജീവിക്കാനും പഠിച്ചാൽ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതും നമ്മളെ ഈ ഒരു വേദവിജ്ഞാനത്തിലൊക്കെ അതും പഠിക്കുന്നുണ്ട്. സ്ത്രീ എന്താണെന്നുള്ളത്, അടിമയാവാനെന്നുള്ള അല്ല അതിന്. അപ്പോൾ പറയും സ്ത്രീനെ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കില്ല. അതല്ല, നമ്മളാവാൻ പഠിക്കണം. നമ്മൾ ഓരോരുത്തരിലും ഇരിക്കുന്ന ഈശ്വരനെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അതന്നെയാണ് നമ്മുടെ ഡിഗ്നിറ്റി. അത് വസ്ത്രത്തിലായാലും സംസാരത്തിലായാലും ഒക്കെ, ഭക്ഷണ രീതിയിലായാലും ഒക്കെ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാത്തവരെ പിന്നിലെ ആൾ വരുള്ളൂ. നമ്മളൊന്നും ഇപ്പോൾ ആണുങ്ങളെ കാണാത്ത ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം പോയിട്ട് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണത് എന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്, ഞാൻ എങ്ങനെയാണോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് അതേ രീതിയാണ് മറ്റൊരാൾക്ക് ഞാൻ. എന്ത് വിദ്യാഭ്യാസമാണോ ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ടെടുത്തത് അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകരാന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമുക്കതിനൊരു യൂണിവേഴ്സിറ്റീൻ്റെ ആവശ്യമൊന്നുമില്ല. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയാം, പണ്ട് പഠിച്ചവരുടെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചവരല്ലല്ലോ, ഇവിടെ അതിന് വലിയ മഹാന്മാരൊക്കെ ഉണ്ടായ രാജ്യമല്ലേ. അപ്പോൾ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യത്തിരുന്ന് നമ്മളൊക്കെ ഇവിടെ ഒന്ന് പോവാന്ന് പറയുന്നത്, നമ്മളിവിടുന്ന് പോയാലും 100 വർഷമെങ്കിലും നമ്മളെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളെ പേരെടുത്ത് ഡിലീറ്റ് ആക്കും സിസ്റ്റത്തിൽ നിന്ന്, അതോടെ ക്ലോസ്. അത് പറ്റൂല. ആ 100 കൊല്ലം അങ്ങനെ ഒരു നല്ല മാർക്ക് ഉണ്ടാക്കാൻ ഈ വേദവിജ്ഞാന കേന്ദ്രത്തിന് പറ്റട്ടെ, താങ്കൾക്കും പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അതാ നിങ്ങളെല്ലാ സപ്പോർട്ടുകൾ ഉണ്ടായാൽ നമുക്കത് സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Chapter 4. A chapter with endless stories.